വെൽക്കം ടു PSC ഐഡിയാസ്. ഇന്നത്തെ ക്ലാസ് ഭൂമിശാസ്ത്രത്തിലെ ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ്. എന്താണ് ഭൂമിശാസ്ത്രത്തിലെ ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഭൗമോപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രം വരെയുള്ള ഏകദേശ ദൂരം 6378 കിലോമീറ്റർ. ഭൗമോപരിതലത്തിൽ നിന്നും ഭൂകേന്ദ്രം വരെയുള്ള ഏകദേശം ദൂരം എത്രയാണ്? 6378 കിലോമീറ്റർ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയാണ്? ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം ഓക്സിബോക്സ്. ഓക്സിബോക്സ് എന്നാണ് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം. ഏതാണ്? ഓക്സിബോക്സ്. അടുത്തതായിട്ട് ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. എന്താണ്? ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇങ്ങനെ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാറ്റിൽ, അകക്കാമ്പ്, പുറക്കാമ്പ്. അപ്പൊ നമുക്ക് ഓരോന്നും പഠിക്കാം. ആദ്യത്തേതാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൽ വരുന്ന പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം. അതുപോലെ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്താണ്? ഭൂവൽക്കമാണ്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നതും ഭൂവൽക്കമാണ്. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി. അതുപോലെ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ, ഇവ എന്താണ്? ഭൂവൽക്കം എന്നറിയപ്പെടുന്നു. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. എത്രയാണ് ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എന്ന് പറയുന്നത്? 40 കിലോമീറ്റർ. 40 കിലോമീറ്റർ ആണ് ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലുമിനിയവും സിലിക്കയും. ഏതാണ്? അലുമിനിയം, സിലിക്ക ആണ് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ. ഏതെല്ലാമാണ്? അലുമിനിയം, സിലിക്ക. അതുപോലെ ഭൂവൽക്കത്തിന്റെ പ്രധാന 2 ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കം, അതുപോലെ സമുദ്ര ഭൂവൽക്കം. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഇവയാണ് ഭൂവൽക്കത്തിന്റെ 2 ഭാഗങ്ങൾ. വൻകരകളിൽ ഭൂവൽക്കത്തിന്റെ കനം 30 കിലോമീറ്റർ ആണ്. വൻകരകളിൽ ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? 30 കിലോമീറ്റർ. കടൽത്തറകളിൽ ഭൂവൽക്കത്തിന്റെ കനം 5 കിലോമീറ്റർ ആണ്. കടൽത്തറകളിൽ ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? 5 കിലോമീറ്റർ. വൻകരകളിൽ 30 കിലോമീറ്ററും കടൽത്തറകളിൽ ഭൂവൽക്കത്തിന്റെ കനം എന്നത് 5 കിലോമീറ്ററുമാണ്. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. എന്താണ്? സിയാൽ എന്ന് പറഞ്ഞാല് സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്നാണ്. അതുപോലെ സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്നാണ്. എന്താണ്? സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്നാണ്. ഭൂമിയുടെ അടുത്ത പാളിയാണ് മാന്റിൽ എന്ന് പറയുന്നത്. എന്താണ് ഭൂമിയുടെ അടുത്ത പാളിയുടെ പേര്? മാന്റിൽ. മാന്റിൽ എന്താണെന്ന് നോക്കാം. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാന്റിൽ എന്ന് പറയുന്നത്. എന്താണ്? ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാന്റിൽ എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? മാന്റിലാണ്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മാന്റിൽ. എന്താണ്? ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലം, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം,
ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത് മാന്റിൽ എന്ന് പറയുന്നത്. മാന്റിലിന്റെ സാധാരണ ഊഷ്മാവ് എന്ന് പറയുന്നത് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 2200 ഡിഗ്രി സെൽഷ്യസ് ആണ് മാന്റിലിന്റെ സാധാരണ ഊഷ്മാവ് എന്ന് പറയുന്നത്. മാന്റിലിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഉപരി മാന്റിലും അധോ മാന്റിലും. മാന്റിലിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഉപരി മാന്റിൽ, അധോ മാന്റിൽ. രണ്ട് തരത്തിലുള്ള ഭാഗങ്ങളാണുള്ളത്. ഉപരി മാന്റിൽ അതുപോലെ അധോ മാന്റിൽ. ഭൂവൽക്കവും മാന്റിലിന്റെ മുകളിലത്തെ ഭാഗവും ചേർന്നു വരുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാല്? ഭൂവൽക്കവും മാന്റിലിന്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ. അതുപോലെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്താണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ് അറിയപ്പെടുന്നത് എന്താണ്? അസ്തനോസ്ഫിയർ. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഭൂവൽക്കവും മാന്റിലിന്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് സിലിക്കൺ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? സിലിക്കൺ. ഒന്നാമത്തെ മൂലകം ഓക്സിജനും രണ്ടാമത്തെ മൂലകം ഏതാണ്? സിലിക്കണുമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലുമിനിയം. ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പ്. ഭൂമിയുടെ അടുത്ത പാളിയാണ് കാമ്പ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഭൂമിയുടെ അടുത്ത പാളി അറിയപ്പെടുന്നത് കാമ്പ് എന്നാണ്. എന്താണ് കാമ്പ് എന്ന് നമുക്ക് നോക്കാം. മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ് എന്ന് പറയുന്നത്. എന്താണ്? മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗവും കാമ്പാണ്. എന്താണ്? ഭൂമിയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നതും മാന്റിലിന്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലവുമാണ് കാമ്പ് എന്ന് പറയുന്നത്. മാന്റിലിന്റെ താഴെ തുടങ്ങി 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ കാമ്പ് വ്യാപിച്ചു കിടക്കുന്നു. കാമ്പ് എത്രയാണ് വ്യാപിച്ചു കിടക്കുന്നത്? മാന്റിലിന്റെ താഴെ തുടങ്ങി 2900 കിലോമീറ്റർ മുതൽ 6371 വരെയാണ് കാമ്പ് വ്യാപിച്ചു കിടക്കുന്നത്. കാമ്പിന് മെയിനായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്, പുറക്കാമ്പും അകക്കാമ്പും. എന്തൊക്കെയാണ്? പുറക്കാമ്പ്, അകക്കാമ്പ്. കാമ്പിന്റെ രണ്ട് ഭാഗങ്ങളാണിവ. ഭൂമിയുടെ അകക്കാമ്പ് ഏത് അവസ്ഥയിലായിരിക്കും? ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് ഭൂമിയുടെ അകക്കാമ്പ് ഉണ്ടാവുക. അകക്കാമ്പിന്റെ ഏകദേശ കാലം എന്ന് പറയുന്നത് 3400 കിലോമീറ്റർ ആണ്. എത്രയാണ്? അകക്കാമ്പിന്റെ ഏകദേശ കാലം എന്ന് പറയുന്നത് 3400 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ അകക്കാമ്പിന്റെ ഏകദേശ ഊഷ്മാവ് 2600 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2600 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ അകക്കാമ്പിന്റെ ഏകദേശ ഊഷ്മാവെന്ന് പറയുന്നത്. അതുപോലെ അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഇരുമ്പും കൊണ്ടാണ്. അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അകക്കാമ്പിന്റെ മറ്റൊരു പേരാണ് NiFe, നിക്കൽ പ്ലസ് അയേൺ. അകക്കാമ്പിന്റെ മറ്റൊരു പേരെന്താണ്? NiFe എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.